അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. സീരിയസ് കഷ്ടം തന്നെ. എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്? ഞാൻ വളരെ വൈകിപ്പോയി എന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടത്. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് കണ്ടിരുന്നു, തുടക്കം ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ മൊത്തം കണ്ടില്ല. ഈ സംസാരമൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. 2023 ഇട്ടൊരു പോസ്റ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ദയാസുജിത്ത്. ആ ഫോട്ടോ എടുത്തു വെച്ച് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണുള്ളത് എന്നാണ് ആദ്യം മനസ്സിലാക്കാൻ പറ്റാത്തത്. ശരിക്കും ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഷഫീന ബീവി മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. ഓക്കെ, എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഡസന്റ് മീൻസ് യു ക്യാൻ സേ വാട്ട് എവർ യു വാണ്ട്. അതായത് നിങ്ങളുടെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ അഭിപ്രായം എന്നുള്ളത് മാന്യമായ ഭാഷയിൽ നിന്നുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ക്യാരക്ടറിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലോ അവരുടെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടോ ആയിരിക്കാൻ പാടില്ല എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പറയേണ്ടത്. വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാം. ഇപ്പൊ ഒരാളുടെ വസ്ത്രധാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ വസ്ത്രധാരണം ഇഷ്ടപ്പെട്ടില്ല, ആ പെങ്കൊച്ച് എന്തിനാണ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത്, ഈ രീതിയിൽ സംസാരിക്കാം. അതിനു പകരം ആ കുട്ടിയുടെ അമ്മ വളർത്തിയതിന്റെ കുഴപ്പമാണ്, അവൾ അങ്ങനാണ്, ഞെക്കാൻ പിടിച്ച് എന്തൊക്കെയാ പറയുന്നത്, ആണുങ്ങൾക്ക് ഞെക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുവാണെന്ന്. മാത്രമല്ല ഇവരുടെ ഒരു വീഡിയോയിൽ കുറെ വേണ്ടാഴിക പറയുന്നുണ്ട്. അതായത് ആണുങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ ഈ സ്ത്രീകളുടെ ശരീരത്തോട് ആകർഷണം തോന്നാൻ തന്നെ കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളാണത്രേ, ഇങ്ങനെ മെറ്റീരിയലായിട്ട് സ്ത്രീകളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്ന്. ഒരിക്കലും അല്ല. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ ഷഫീന ബീവി? നിങ്ങൾക്കറിയാമായിരിക്കും ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പുരുഷന്മാരെന്ന് പറയുന്ന ഈ ഒരു വർഗം അവര് സ്ത്രീകളെ മെറ്റീരിയലായിട്ട് കാണാൻ തുടങ്ങിയത് സ്ത്രീകൾ കാരണമാണോ? എൻ്റെ ഒരു സംശയമാണ്. സ്ത്രീകൾ കാരണമാണോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കാരണമാണോ സ്ത്രീകളെ മെറ്റീരിയലായിട്ട് കാണുന്നത്? പണ്ട് കാലത്ത് ഈ ബസ്സിൽ കയറി ഞെക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ബസ്സിൽ കയറി ഈ തോണ്ടാൻ നിൽക്കുന്നവര് സ്ത്രീകളുടെ വസ്ത്രം കണ്ടിട്ടാണെന്ന് തോണ്ടുന്നതെന്നാണോ പറയുന്നത്? ഒരിക്കലും അല്ല. പർദ്ദ ഇട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ തോണ്ടൽ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ പുരുഷന്മാരുടെ ഈ ഒരു ജനിതക വൈകല്യം എന്ന് തന്നെ ഞാൻ പറയാം. അവരുടെ ജനിതക വൈകല്യം അല്ലെങ്കിൽ ദൈവം കൊടുത്തിട്ടുള്ളൊരു ബർത്ത് ഡിഫക്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അതൊരു ഡിഫക്റ്റ് തന്നെയാണ്. ഏത് സ്ത്രീയെ കാണുമ്പോഴും പിടിക്കാൻ തോന്നുന്നത് അവരുടെ ഡിഫക്റ്റ് ആണ്, അല്ലാതെ സ്ത്രീകളുടെ കുഴപ്പമല്ല. പണ്ട് കാലത്ത്, വളരെ പണ്ട് കാലത്ത് എന്ന് പറയുമ്പം ഈ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കാട്ടാളന്മാരായിട്ട് ജീവിച്ചിരുന്ന കാലമുണ്ടല്ലോ. ഈ നമ്മുടെ മനുഷ്യവർഗം ഇത്രയും സിവിലൈസ്ഡ് അല്ലാത്ത കാട്ടിൽ ജീവിച്ച് ഹണ്ട് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് അന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ ലേറ്റർ, അന്ന് അങ്ങനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ളൊരു വേർതിരിവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. അതിനുശേഷം ഒരു കുടുംബം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു, സംസ്കാരം വന്നു. അങ്ങനെ ഒരു കൂട്ടായ രീതിയിൽ ആൾക്കാർ ജീവിച്ചു തുടങ്ങിയ സമയം മുതലേ ഈ ഒരു വേർതിരിവുണ്ടായിരുന്നു. സ്ത്രീ വേറെ പുരുഷൻ വേറെ, സ്ത്രീകൾ എപ്പോഴും പുരുഷന്റെ അടിയിലായിരിക്കണം, പുരുഷന്മാർക്ക് ഫിസിക്കൽ സ്ട്രെങ്തും ഡോമിനൻസും കൂടുതലായതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും താഴെ ആയിരിക്കണം, സ്ത്രീകൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് തന്നെ പുരുഷന്മാരാണ്. നമ്മുടെ സംസ്കാരം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതാണ് കാണാൻ സാധിക്കുന്നത്, അല്ലാതെ സ്ത്രീകളുടെ വസ്ത്രമല്ല. അന്ന് മുതലേ പുരുഷന്മാരുടെ ഉള്ളിൽ, പുരുഷവർഗത്തിന്റെ ഉള്ളിൽ ഉടലെടുത്ത ആ ഒരു തോന്നലിൽ നിന്നാണ് ഇന്നും ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്ത്രീകളുടെ വസ്ത്രം ഒന്നും ഒരു കാരണമേ അല്ല. കുറച്ചു ദിവസം മുമ്പ് ഒരു ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത് കേട്ടു, പുരുഷന്മാർക്ക് ഇങ്ങനെ സ്ത്രീകളെ പിടിക്കാൻ തോന്നുന്നത് ഒരു മാനസിക വൈകൃതമാണെന്ന്. ഇതിനെയൊക്കെ മാനസിക വൈകൃതം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇൻബോൺ ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു കാട്ടാളത്വം.
അതൊരിക്കലും പുരുഷന്മാരുടെ ഉള്ളിൽ നിന്ന് മാറത്തില്ല. ഇന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ സ്ത്രീകളെ മെറ്റീരിയൽ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. അതെല്ലാം പുരുഷന്മാരാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇന്ന് സ്ത്രീകൾ സ്ത്രീകളുടേതായിട്ടുള്ള അവരുടെ സ്വയം, ഇപ്പൊ എന്റെ ശരീരം എന്റെ മാത്രം അവകാശമാണ്, എന്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, എന്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ഷോ ചെയ്തു തുടങ്ങിയതിനു ശേഷം, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സ്വാതന്ത്ര്യം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് കുറെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായത്. സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയതിനു ശേഷമാണ് കുറെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായത്. ഷഫീന ബീവി തന്നെ പറയുന്നു, അവരുടെ കാലഘട്ടത്തിൽ അവര് ഒരു ടീനേജ് ഏജ് ആയിരുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ പല സ്ത്രീകളും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ഈവൻ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സമരം ചെയ്ത സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെയൊക്കെ തല്ലിക്കൊന്നു കളഞ്ഞു. അങ്ങനെ തുടക്കത്തിൽ റെവല്യൂഷൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സ്ത്രീകളൊന്നും തന്നെ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കഷ്ടപ്പാട് തന്നെയാണ് ഇന്നത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. അതിൽ യാതൊരു രീതിയിലുള്ള ഇതുമില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് അവരുടെ ശരീരത്തിൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കാനോ അതിനെ ഈ രീതിയിൽ വിമർശിക്കാനോ മറ്റൊരാൾക്ക് അവകാശമില്ല. വിമർശിക്കാൻ അവകാശമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന സ്വാതന്ത്ര്യം താങ്കൾ പറഞ്ഞ രീതിയിലുള്ള സ്വാതന്ത്ര്യമല്ല. ഇതിനെ സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പുരുഷൻ ഈ രീതിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സ്വാതന്ത്ര്യമാകുന്നത്? അപ്പം ഒരു പുരുഷൻ, ഇപ്പം ഷഫീന ബീവി ഈ രീതിയിൽ വളരെ വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. നാളെ ഇതേ രീതിയിൽ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, അവൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, സഫീന ബീവി അങ്ങനെ സംസാരിച്ചില്ല, അപ്പൊ എനിക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. അപ്പം ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് വളം വെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ദയാ സുജിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അവളൊരു പോസ്റ്റ് ഇട്ടു. ഈ ഫാഷൻ എന്ന് പറയുന്ന സംഭവത്തിന്, ഈ ഫാഷന്റെ പേരിൽ പെൺപിള്ളേർ തുണി പറിച്ച് നടക്കുന്നു എന്ന് പറയുന്നല്ലോ. ഞാനൊരു ഒരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം കണ്ടോ? ഇത് പണ്ട് പുരാതന കാലം തൊട്ടുള്ള ഈ സ്കൾപ്ചേഴ്സ് എന്ന് പറയും, അമ്പലങ്ങളുടെയൊക്കെ ഈ കൊത്തി വെച്ചേക്കുന്ന കൊത്തുപണിയാണ്. പണ്ട് സ്ത്രീകളെ പോർട്രേ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. സ്ത്രീകളെ മാത്രമല്ല, ഇത്തരത്തിലുള്ള ശിലകളിൽ പുരുഷന്മാരെയും ഈ രീതിയിലൊക്കെ തന്നെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്. അതായത് സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യം പോർട്രേ ചെയ്തുകൊണ്ടാണ് അന്നത്തെ ആ ശിലകളൊക്കെ തന്നെ വരച്ചിരുന്നത്. ഈ പണ്ട് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പണ്ടത്തെ സംസ്കാര പ്രകാരം അന്നത്തെ നർത്തകികളൊക്കെ അല്ലെങ്കിൽ ഡാൻസേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അന്ന് ഈ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വസ്ത്രം കുറവാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെയും ആരും മാറ്റി നിർത്തിയിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആരും തന്നെ ഒരു സ്ത്രീയെ അൺസിവിലൈസ്ഡ് എന്ന് വിളിച്ചിട്ടില്ല, വളർത്തുദോഷം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വെസ്റ്റേണൈസേഷൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. അപ്പോൾ ചില അമ്മമാർ ഈ സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല എന്ന്. നമ്മുടെ സംസ്കാരം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ലേറ്റർ സ്ത്രീ എന്ന് പറയുന്നത് മൂടി വെക്കപ്പെടേണ്ട എന്തോ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പം എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ശരീരത്തിലുള്ള കാര്യങ്ങൾ മൂടി വെക്കണോ തുറന്നു കാണിക്കണോ എന്നുള്ളത്. അത് കണ്ടിട്ട് പുരുഷന്മാർക്ക് ഇളകുന്നു എന്ന് പറഞ്ഞിട്ട് മൂടി വെക്കേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് ഇളകുന്നെങ്കിൽ അത് പുരുഷന്മാരുടെ മാത്രം പ്രശ്നമാണ്. പുരുഷന്മാർക്ക് ഇത് കണ്ടിട്ട് ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാരുടെ മാത്രം വിഷയമാണ്. അതില് ചികിത്സ കൊടുക്കേണ്ടത് സ്ത്രീക്കാണോ? അല്ല, ഇളകുന്നത് ആർക്കാണോ അവർക്കാണ് ചികിത്സ കൊടുക്കേണ്ടത്. ഇപ്പോ ഒരാൾക്ക് വയറ്റിളക്കം വന്നു, വയറ്റിളക്കം വരുന്നവർക്കാണോ ചികിത്സ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ വീട്ടിൽ വേറെ മറ്റുള്ളവർക്കാണോ ചികിത്സ കൊടുക്കേണ്ടത്? വയറ്റിളക്കം വന്നവർക്കല്ലേ ചികിത്സ കൊടുക്കേണ്ടത്. അതായത് രോഗത്തിന് വേണം മരുന്ന് കൊടുക്കാൻ, അല്ലേ? നമ്മൾ എപ്പോഴും രോഗത്തിനാണല്ലോ മരുന്ന് കൊടുക്കുന്നത്. ഈ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു സ്ത്രീകളെ അടക്കി ഒതുക്കി വെക്കണം, സ്ത്രീകൾ അങ്ങനെ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് പെരയ്ക്കകത്ത് തന്നെ കുത്തിയിരുന്നപ്പോ ഉള്ള സംഭവം എന്തോന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് സ്ത്രീകൾ പുറത്തിറങ്ങാൻ തുടങ്ങി. സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം സ്ത്രീകളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ ആരും പ്രൊവൈഡ് ചെയ്തതൊന്നുമല്ല. ഒരുപാട് സ്ത്രീകൾ വെളിയിലേക്ക് ഇറങ്ങി റെവല്യൂഷൻസ് സൃഷ്ടിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ തുണിയില്ലായ്മയും ഫെമിനിസവും തമ്മിൽ ബന്ധമുണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. അല്ലെങ്കിൽ ദയാ സുജിത്ത് വന്ന് പറഞ്ഞില്ല ഇതാണ് എന്റെ ഫെമിനിസം എന്ന്.
അതൊരിക്കലും ഫെമിനിസം അല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ ശരീരത്തെ എങ്ങനെ പോർട്രേ ചെയ്യണമെന്നുള്ളത് അവരുടെ മാത്രം ഇഷ്ടമാണ്. അതിനെതിരെ നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊന്നും വന്ന് ഇടാൻ പാടില്ല എന്ന് വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നേരായ ഭാഷയിലായിരിക്കണം, സംസ്കാരമുള്ള ഭാഷയിലായിരിക്കണം. സംസ്കാരത്തെ പറ്റിയിട്ട് പറയുന്നവർ സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സംസ്കാരമുള്ളവരാകുന്നത് എന്നും കൂടി എനിക്കറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഞെക്കാൻ നിൽക്കുന്നു, പിടിക്കാൻ നിൽക്കുന്നു. അവര് ഞെക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയൊന്നും നിന്ന് കൊടുത്തൊന്നും ഇല്ലല്ലോ. അവരൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ കണ്ണിന്റെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്, അല്ലാതെ ദയാസുജിത്തിന്റെ കുഴപ്പമല്ല. ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാർ ചില കമന്റ്സുകൾ ഞാൻ കണ്ടു. അതായത് രേണുസുതി ഇടുമ്പോൾ എല്ലാവർക്കും വിമർശിക്കാം, പക്ഷെ ദയാസുജിത്തിനാകാം എന്ന്. അത് പൈസയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും രണ്ടാണ്. രേണുസുതിയുടെ വസ്ത്രധാരണത്തെ ഒന്നുമല്ല ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ രേണുസുതി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ അവരെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവർ കാട്ടിക്കൂട്ടിയത് കാട്ടിക്കൂട്ടലുകളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അവർ ചെയ്തു. ഇനി അവരെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ രണ്ടും രണ്ടാണ്, അതിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഈ സംസ്കാരം, എല്ലാവരും വസ്ത്രധാരണത്തെ സംസ്കാരവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സംസ്കാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇത്തരം വസ്ത്രങ്ങളൊക്കെ പണ്ട് മുതലേ ആൾക്കാർ ധരിച്ചിരുന്നു. സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് മറ്റ് സ്ത്രീകൾ വഴിതെറ്റി പോകുമെന്ന് ഒരിക്കലും വഴിതെറ്റി പോകുന്നില്ല. ഇത് കണ്ടിട്ട് ഇപ്പൊ ദയാസുജിത്തിന്റെ ആ ഡ്രസ്സ് കണ്ടിട്ട് എനിക്കിടാൻ തോന്നിയിട്ടില്ല. ഇനി ഇടാൻ തോന്നുന്നത് ആൾക്കായിരിക്കും. എന്നെ ആ ഒരു വസ്ത്രത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വസ്ത്രം ഞാൻ ഇടത്തുള്ളൂ. അല്ലാതെ ആരും ആരെയും കണ്ടും ഇൻഫ്ലുവൻസ് ആവില്ല. ആ വസ്ത്രം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കത് മോശമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഇടാൻ താല്പര്യമില്ല എന്ന് വെച്ച് അത് മോശമാകുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ആ വസ്ത്രം ഇടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വെച്ചിട്ട് ആ വസ്ത്രം മോശമാകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് എന്റെ ഇഷ്ടമാണ്. ഇനി ഇതും പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ആ വസ്ത്രം ഇടാൻ താല്പര്യമില്ല, പക്ഷെ നാളെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായി അല്ലെങ്കിൽ എനിക്കൊരു മോളുണ്ടായി, ആ മോൾക്ക് ആ വസ്ത്രം ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ തടയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇപ്പൊ ഞാൻ ജനിച്ച ഇപ്പൊ എന്റെ മകളായിരുന്നെങ്കിൽ ഞാൻ നല്ലത് കൊടുത്തേനെ, എന്റെ മകളായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്നുള്ളത് കുറെ അമ്മമാര് പറയുന്നുണ്ട്. ഇവൻ സഫീന ബീവി തന്നെ പറയുന്നുണ്ട്. സഫീന ബീവിയുടെ മകൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഇടും. ഏതമ്മ പറഞ്ഞാലും ഇടുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് അമ്മയും അച്ഛനും ഒക്കെ അടിച്ചു വളർത്തി ഒതുക്കി നിർത്തിയവരായിരുന്നു പിള്ളേര്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നാളെ എനിക്കൊരു മകൾ ഉണ്ടാകുമ്പോൾ ആ മകൾക്ക് ഇത്തരം വസ്ത്രങ്ങൾ ഇടാനും ഈ രീതിയിൽ ഫോട്ടോ എടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 10-18 വയസ്സ് വരെ എനിക്ക് പറ്റുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവര് പ്രായപൂർത്തിയായി അവരുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരിടും. എന്ന് വെച്ചാൽ എന്റെ വളർപ്പിന്റെ ദോഷമാണോ അത്? ഒരിക്കലും അല്ല. അത് അതൊന്നും വളർത്തു ദോഷമല്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അല്ലെങ്കിൽ ഇപ്പം ദയാസുജിത്ത് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നു കിടന്ന് പൂരത്തെറിവിളി, ഭയങ്കര മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നു, മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അന്നേരം നമുക്ക് പറയാം അത് വളർത്തു ദോഷമാണ് അല്ലെങ്കിൽ സംസ്കാരമില്ലായ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് എന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി അവർ കാണിച്ചിട്ടില്ല. അവരെ ഇതിനകത്ത് വിമർശിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ ശരീരം പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രദർശിപ്പിക്കാം. അവരുടെ ശരീരത്തിൽ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഈ രീതിയിൽ വൾഗർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അത് വിമർശനമല്ല. വിമർശനം വേറെ, ഇത് വേറെ. ഇത് ചുമ്മാ ആവശ്യമില്ലാതെ എന്തോ ഒരു കാരണത്തിൽ വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടന്ന് സംസാരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ.